2025 റിലീസായ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോഷൻ എന്ന ഒരു ജാപ്പനീസ് കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. ഇതുപോലത്തെ രസകരമായ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കഥ തുടങ്ങുന്നത് ഒരു ട്രെയിൻ സ്റ്റേഷനിൽ ഫീൽഡ് ട്രിപ്പ് വന്നിരിക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കുന്ന കാഴ്ച കാണിച്ചുകൊണ്ടാണ്. അവിടെ അവരുടെ ലേറ്റസ്റ്റ് അഡീഷൻ ആയിട്ടുള്ള ഒരു പുതിയ മോഡൽ ബുള്ളറ്റ് ട്രെയിനിനെ പറ്റിയാണ് വിശദമാക്കുന്നത്. ടോക്കിയോയിൽ നിന്ന് ഹൊക്കൈഡോ എന്ന ജപ്പാനിലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനായി ഏതാണ്ട് ഒരു 17.5 മണിക്കൂറോളം സമയം വേണ്ടിവരും. പക്ഷേ ഇവരുടെ ഈ ഒരു പുതിയ ട്രെയിനിൽ വെറും 4 മണിക്കൂർ കൊണ്ട് അങ്ങോട്ടേക്ക് എത്താനായി സാധിക്കും. അത്രത്തോളം വളരെ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിനാണത്. അതിനവർ പേരിട്ടിരിക്കുന്നത് ഡ്രീം ട്രെയിൻ എന്നുമാണ്. ആ ട്രെയിനിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഫസ്റ്റ് ലൈൻ മാനേജറായ കസുയയാണ് ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വിശദമാക്കി കൊടുക്കുന്നത്. അങ്ങനെ അതിനുശേഷം തന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഫൂജിയോട് കസുയ സംസാരിക്കുന്ന ടൈം അവർ ഒന്നിച്ചാണ് ഇന്ന് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാനായി പോകുന്നത്. അപ്പൊ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ട്രെയിനിൽ പാസഞ്ചേഴ്സ് ബോർഡ് ചെയ്യുന്നു. ആ പാസഞ്ചേഴ്സിന്റെ കൂട്ടത്തില് പാർലമെന്റിലെ ഒരു പ്രധാനപ്പെട്ട അംഗവും ഒരു പ്രശസ്തനായ എഴുത്തുകാരനും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ആ ട്രെയിൻ അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നു. ഹൊക്കൈഡോയിൽ നിന്ന് ടോക്കിയോയിലേക്കാണ് ആ ട്രെയിൻ യാത്ര പുറപ്പെടുന്നത്. വളരെ വേഗതയിൽ ആ ട്രെയിൻ അങ്ങനെ മുന്നോട്ട് കുതിക്കുന്നു. ആദ്യമൊക്കെ അകത്തുള്ള പാസഞ്ചേഴ്സും എല്ലാവരും വളരെ ഹാപ്പിയായി ആ ഒരു ട്രെയിനിന്റെ യാത്ര എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതേ സമയം കൺട്രോൾ റൂമിൽ ഒരു മാരക പ്രശ്നം സംഭവിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സിക്യൂട്ടീവിന് ഒരു റാൻഡം ഫോൺ കോൾ വരുന്നുണ്ട്. വിളിച്ചിരിക്കുന്ന ആൾ പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ വളരെയേറെ ഞെട്ടിക്കുന്നതായിരുന്നു. ഹയാബുസ എന്ന ആ വളരെ സ്പീഡേറിയ ട്രെയിനിൽ താനൊരു സ്ഫോടക വസ്തു സ്ഥാപിച്ചിട്ടുണ്ടെന്നായിരുന്നു വിളിച്ച ആള് പറഞ്ഞിരുന്നത്. അത് വളരെയേറെ ഷോക്കിംഗ് ആയ ഒരു കാര്യമായിരുന്നു. ഇനി ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക് കോൾ ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്ന ആ ഒരു കാര്യം തെളിയിക്കാനായി താൻ ഒരു ഗുഡ്സ് ട്രെയിനിലും ഇതേ കണക്ക് ഒരു സ്ഫോടക വസ്തു സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് പൊട്ടിത്തെറിക്കുക ട്രെയിനിന്റെ സ്പീഡ് 100 km/h ബിലോ എത്തുന്ന സമയത്തായിരിക്കും എന്നും അയാൾ പറയുന്നുണ്ട്. ഉടനെ തന്നെ ആ ഒരു ഗുഡ്സ് ട്രെയിൻ ഇല്ല ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചവർ കാര്യം ഇൻഫോം ചെയ്യാനായി ഒരുങ്ങുമ്പോഴേക്കും അവർക്കത് പൂർത്തിയാക്കാൻ സാധിക്കും മുന്നേ ആ ട്രെയിനിന്റെ സ്പീഡ് 100 km/h താഴെ എത്തുന്ന ആ ഒരു ടൈം അത് സ്ഫോടനത്തിന് ഇരയാവുന്നു. അതോടുകൂടി ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് വിളിച്ചിരിക്കുന്നത് ഒരു ജസ്റ്റ് പ്രാങ്ക് കോൾ അല്ല. വിളിച്ചിരിക്കുന്ന ആൾ പറഞ്ഞ കണക്ക് ആ ഒരു ഗുഡ്സ് ട്രെയിൻ പൊട്ടിത്തെറിച്ചെങ്കിൽ അതേ കണക്ക് ഒരു സ്ഫോടക വസ്തു ഒരുപാട് പാസഞ്ചേഴ്സ് ഉള്ള ഇവരുടെയൊക്കെ ഏറ്റവും ടോപ്പ് ഒരു ട്രെയിൻ ആയി അവർ കൺസിഡർ ചെയ്യുന്ന ഹയാബുസ 60 എന്ന ആ ഒരു ട്രെയിനിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ സ്പീഡ് 100 താഴേക്ക് എത്തിക്കഴിയുമ്പോൾ തീർച്ചയായും അത് പൊട്ടിത്തെറിക്കുമെന്നത് എല്ലാവരും വളരെയേറെ പാനിക് ആവുന്നു. കാരണം ഒരുപാട് മനുഷ്യജീവിതങ്ങളുടെ കാര്യമാണ്. എല്ലാവരും വളരെ പാനിക് ആയി പോയല്ലോ. ഇതേ കണക്ക് ഒരു ഇൻസിഡന്റ് മുന്നേ നടന്നിട്ടുണ്ട്. അതാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അന്ന് കുറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇനി അതേപോലെ ഒരു അവസ്ഥ വീണ്ടും ഉണ്ടാവരുത്. എങ്ങനെങ്കിലും ആ ഒരു ട്രെയിൻ സ്പീഡ് കുറഞ്ഞ സ്ഫോടനത്തിന് ഇരയാവുന്നത് തടയണം. എങ്ങനെങ്കിലും അതിലുള്ള മനുഷ്യരുടെ ജീവൻ രക്ഷിക്കണമെന്ന് അവർ ഉറപ്പിക്കുന്നു. അങ്ങനെ വേഗം തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു. ട്രെയിൻ പാസ് ചെയ്യുന്ന എല്ലാ സ്റ്റേഷനും എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണമെന്നും ട്രെയിൻ ഒരു സ്റ്റേഷനിലും നിർത്തരുതെന്നും ഓട്ടോമാറ്റിക്കായി ട്രെയിനിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സ്പീഡ് സിസ്റ്റം വേഗം മാനുവലിലേക്ക് മാറ്റണമെന്നും ഒക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്യാണ്. ഒരിക്കലും 100 km/h എന്ന ഒരു സ്പീഡിന് താഴേക്ക് ട്രെയിനിന്റെ സ്പീഡ് പോകാൻ പാടില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട കൺസേൺ. അങ്ങനെ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആദ്യം പാസഞ്ചേഴ്സിനെ അറിയിച്ചിരുന്നില്ല. പക്ഷേ അങ്ങനെ അറിയിക്കാതിരിക്കാനും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സിനോട് ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് അറിയിക്കുമ്പോൾ അവർ വളരെ പാനിക് ആവുന്നുണ്ട്. ട്രെയിൻ ഓടിക്കുന്ന ആ ലേഡി ലോക്കോ പൈലറ്റും ഈ സിറ്റുവേഷന്റെ കാര്യങ്ങൾ മൂലം ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. പക്ഷെ അവരാണിപ്പോൾ ഈ ഒരു ട്രെയിനിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത്. അവർക്ക് ടെൻഷൻ അടിച്ചിരിക്കാൻ സാധിക്കില്ല. കസുയാണ് പാസഞ്ചേഴ്സിനെ കാര്യം അറിയിച്ചത്. മേലധികാരികളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കസുയ ആ കാര്യം പാസഞ്ചേഴ്സിനെ അറിയിക്കുന്നത്. ആ ഒരു ടീം എല്ലാവരും പെട്ടെന്ന് പാനിക് ആവാനായി തുടങ്ങുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയം ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസിനും ഇപ്പൊ ആ ട്രെയിനിലുള്ള പാസഞ്ചേഴ്സിനും മാത്രമാണ് ഈ ട്രെയിനിൽ ഇങ്ങനെ ഒരു സ്ഫോടക വസ്തു ഉണ്ടെന്ന കാര്യം അറിയാവുന്നത്. എങ്ങനെങ്കിലും ഇത് രാജ്യത്തുടനീളം ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് മുന്നേ തടയണമെന്നവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവർക്ക് ആ ഒരു സ്ഫോടക വസ്തു സ്ഥാപിച്ചിരിക്കുന്ന അജ്ഞാതന്റെ ഫോൺ കോൾ വരുന്നു. 100 ബില്യൺ എന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. ആ ഒരു ബോംബ് പൊട്ടാതിരിക്കാനായി അത്രയും രൂപ നൽകണമെന്ന അയാളുടെ ആവശ്യത്തിന് മുന്നിൽ അത്രയും വലിയൊരു തുക കളക്ട് ചെയ്യുക അസാധ്യമാണ്. അതും ടോക്കിയോയിലെ ട്രെയിൻ എത്തുന്നതിന് മുന്നേ അത്രയും തുക വേണമെന്ന് അയാൾ ആവശ്യപ്പെടുമ്പോൾ അത് നടക്കുന്ന കാര്യമല്ലെന്ന് മട്ടില് ഇവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോഴേക്കും ജപ്പാനിലെ ഓരോ സിറ്റിസനും ഒരു 100 yen വെച്ച് നൽകിയാൽ തന്നെ കാര്യം നിസ്സാരമായി കളക്ട് ചെയ്യാൻ സാധിക്കും. അത്രയും വലിയ തുകയൊന്നും ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ആ രീതിക്ക് ചിന്തിക്കാനായി പ്രത്യേകം അവരോട് പറയുന്നത്. അതും ടോക്കിയോയിലെ ട്രെയിൻ എത്തുന്നതിന് മുന്നേ വരെ അവർക്ക് സമയമുള്ളൂ. തുടർന്ന് ഈ ഒഫീഷ്യൽസിന് കാര്യം എല്ലാവരെയും അറിയിക്കേണ്ട ഒരു സിറ്റുവേഷൻ എത്തുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ഈ ഒരു തുക കളക്ട് ചെയ്യണമെങ്കിൽ പബ്ലിക്കിനെ ഈ ഒരു ട്രെയിനിൽ സ്ഫോടക വസ്തു ഉള്ള കാര്യത്തെ പറ്റി അറിയിക്കണം. അങ്ങനെ ഇത് എല്ലാവരും അറിയുമ്പോൾ എല്ലാവരോടുമായി ആ ട്രെയിനിലെ ജീവിതത്തിന് ആ ട്രെയിനിലുള്ളവരുടെ ജീവന് പകരമായി എല്ലാവരും ഈ ഒരു നിസാര തുക അത് എല്ലാവരുടെയും കയ്യിൽ നിന്ന്
മേടിക്കുമ്പോൾ ഒരു നിസ്സാര തുകയാണല്ലോ, ഒത്തും മേടിക്കുമ്പോൾ അതൊരു വലിയ തുകയും മാറുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതും അധികം സമയമില്ല എന്ന രീതിയിൽ എമർജൻസി അലേർട്ട് നൽകുമ്പോഴേക്കും അത് പല രീതിക്കുള്ള ചർച്ചകൾക്ക് ഇടവെക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ട്രെയിനിൽ ഒരു സെക്യൂരിറ്റിയും വേണ്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്തില്ല, എങ്ങനെ ഒരു അജ്ഞാതന് അതിലെ ബോംബ് സ്ഥാപിക്കാൻ സാധിച്ചു എന്ന രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉയരുമ്പോഴേക്കും രാഷ്ട്രീയക്കാര് അത് മുതലെടുക്കാൻ നോക്കുന്നുണ്ട്. അവരുടെ മേലിൽ വന്നിരുന്ന ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പ്രശ്നം മറയാക്കി അതങ്ങ് ഒതുക്കാനായി അവർ നോക്കുന്നുണ്ട്. ഇപ്പോ ഭരിക്കുന്ന പാർട്ടിയുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാർലമെന്റിൽ ഒരു ഉയർന്ന രാഷ്ട്രീയക്കാരൻ ആ ഒരു ട്രെയിനിലുണ്ട്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാള്. അങ്ങനെ സാധാരണക്കാർക്കൊപ്പം തന്നെ വളരെ പോപ്പുലർ ആയ ആളുകളും ആ ട്രെയിനിൽ ഉള്ളത് കൊണ്ട് തന്നെ സിറ്റുവേഷൻ കുറച്ചുകൂടെ സീരിയസ് ആവുന്നുണ്ട്. സത്യത്തില് പബ്ലിക്കില് വലിയൊരു പാനിക് ഉണ്ടാക്കാതെ ഒരു ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നത് മാത്രം വെളിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അനൗൺസ്മെന്റ് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു സ്ഫോടക വസ്തു ഡിഫ്യൂസ് ചെയ്യാനായി ഇയാൾ ആവശ്യപ്പെട്ട അത്രയും വലിയ തുക കൊടുത്ത് അയാളുടെ മുന്നിൽ അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല. കാരണം കൊടുത്താലും അയാളത് പറഞ്ഞു തരും എന്ന ഒരു ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ പാരലായി തന്നെ എങ്ങനെ ആ ഒരു ബോംബ് സ്ഫോടനത്തിനിരയാവുന്നത് തടയാമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനായി ഇതിനു മുന്നേ ഇതേ കണക്കൊരു ട്രെയിൻ ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് 1975. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പുനഃപരിശോധിച്ച് ഇവർക്ക് അതിൽ നിന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷന് വേണ്ടി എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ, എങ്ങനെ എന്ത് ചെയ്യാം എന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയാലോ എന്നവർ പ്ലാൻ ചെയ്യുന്നു. ഇതേ ടീം പബ്ലിക്കിലേക്ക് പാനിക് ആക്കാനായി ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചില വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ തന്നെ ആ ഒരു അജ്ഞാതൻ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ട്രെയിൻ പോകുന്ന ആ ഒരു റൂട്ടിൽ ഒരു പ്രശ്നം വരുന്നു. പാളത്തിൽ ഒരു റിപ്പയറിംഗ് വർക്ക് നടക്കുന്നുണ്ട്. സാധാരണഗതിയിലാണെങ്കിൽ ട്രെയിൻ ഒന്ന് വെയിറ്റ് ചെയ്യാനോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനോ ഒക്കെ പറ്റും. പക്ഷെ ഇപ്പോൾ ട്രെയിനിന്റെ സ്പീഡ് 100 km/h കുറയ്ക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാമെന്ന് ഇവർ ചിന്തിക്കുമ്പോഴാണ് റൂട്ട് മാറ്റിവിടാമെന്ന് തീരുമാനിക്കുന്നത്. റൂട്ട് മാറ്റും അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം അതേ റൂട്ടിലൂടെ മറ്റൊരു ട്രെയിൻ വളരെ സ്പീഡിൽ വരുന്നുണ്ടായിരുന്നു. അതും ഇതും കൂടി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ റിസ്ക് എടുത്ത് നേരെയും പോകണ്ട, റിപ്പയർ നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകണ്ട, ആദ്യം ചിന്തിച്ച് ആ ഒരു റൂട്ടിലേക്ക് പോയി റിസ്ക് എടുക്കേണ്ട, മറ്റൊരു റൂട്ട് പിടിക്കാമെന്ന് തീരുമാനിക്കുന്നു. അത് കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമായിരുന്നെങ്കിലും ലോക്കോ പൈലറ്റിനെ ഇവരുടെ പ്ലാൻ അറിയിച്ചങ്ങനെ ലോക്കോ പൈലറ്റിന്റെ മിടുക്കൊന്നുകൊണ്ട് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ട്രെയിനിന്റെ റൂട്ട് മാറ്റാനായി സാധിക്കുന്നു. ഇതേ ടീം ട്രെയിനകത്തുള്ള ആ ഒരു ഇൻഫ്ലുവൻസർ ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. പബ്ലിക്കിനോട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അവരെ അങ്ങനെ അങ്ങ് പാനിക് ആക്കാതെ എന്നാൽ കാര്യങ്ങളൊന്ന് വിശദമാക്കിക്കൊണ്ട് ഒരു അലേർട്ട് പാസ് ചെയ്ത് ആവശ്യങ്ങൾ അവരെ അറിയിച്ച് വേണ്ട ഫണ്ട് തരപ്പെടുത്താം എന്നതാണ് ആ ഒരു ഇൻഫ്ലുവൻസർ ശ്രമിക്കുന്ന കാര്യം. കാരണം ഇത്രയും വലിയൊരു തുക അറേഞ്ച് ചെയ്യുക എന്നതും ഈ ട്രെയിനിലുള്ളവരെ സംരക്ഷിക്കാനായി ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് 1975 നടന്ന ഹിക്കാരി 109 എന്ന ഒരു ട്രെയിനിന്റെ ആക്സിഡന്റിന്റെ ഏതാണ്ട് അതേ ഒരു കോപ്പി കാറ്റ് ഇൻസിഡന്റ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യം വ്യക്തമാവുന്നത്. ഇതേ ടീം ട്രെയിനിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിന്റെ കൂട്ടത്തിൽ പഴയ ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു. ഈ പൈലറ്റ് ഓടിച്ചിരുന്ന ഹെലികോപ്റ്റർ ക്രാഷായി ഒരു സ്കൂളിലേക്ക് പതിക്കുകയും അവിടെ ഭയങ്കര ഒരു അപകടം സംഭവിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പൈലറ്റിനെ അന്ന് മുതൽ ആ നാട്ടിലെ ആളുകളൊക്കെ തന്നെ, എല്ലാവരും ഇല്ല എന്നാലും കുറച്ച് ആളുകളൊക്കെ തന്നെ ഒരു ദുരന്തനായിട്ടാണ് കാണുന്നത്. ആൾ ഈ ട്രെയിനിലുണ്ട് എന്നതും കൂടി അറിയുമ്പോൾ കുറെ പേര് അയാളോട് വഴക്കുണ്ടാക്കാനായി പോകുന്നുണ്ട്. ഇയാൾ കാരണമാണ് ഇപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ ഒരു കാര്യം വന്നത്, ഇയാൾ ഈ ട്രെയിനിൽ കയറിയതുകൊണ്ടാണ് ഇത് അപകടത്തിലാവാൻ പോകുന്നത് എന്ന ഒരു രീതിക്കൊക്കെ പറഞ്ഞു. ഈ അടി നടക്കുമ്പോൾ സഹിയായിട്ട് അവിടുത്തെ എമർജൻസി അലാം ഓൺ ചെയ്ത് അതിന്റെ ഭയങ്കരമായ സൗണ്ട് ഉണ്ടാക്കി പാസഞ്ചേഴ്സിനെ ഒന്ന് അടങ്ങിയിരിക്കുന്നു പറഞ്ഞ് ശാന്തരാക്കേണ്ട അവസ്ഥയിലേക്കും എത്തുന്നു. എന്തായാലും അപ്പോഴേക്കും പാസഞ്ചേഴ്സ് ഒക്കെ കൂടി കടന്നാക്രമിച്ച് ആ ഒരു പൈലറ്റ് ആകെ പരിക്കേറ്റ് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പാസഞ്ചേഴ്സിനെ എല്ലാം ഒരു ബോഗിയിൽ നിന്ന് മാറ്റി ആ ബോഗി ഈ ഒരു ട്രെയിനിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം എന്നൊരു ഐഡിയയിലേക്ക് അവർ എത്തുന്നുണ്ട്. പാസഞ്ചേഴ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇലക്ട്രീഷ്യന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു അനൗൺസ്മെന്റ് നടത്തുമ്പോഴേക്കും ആദ്യം ആരും വന്നില്ല. പക്ഷെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പാസഞ്ചർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിനെ നിങ്ങളിങ്ങനെ അനങ്ങാൻ പാറ പോലെ ഇരിക്കാതെ അത് ഒന്ന് പോയി ചെയ്യുക, ഇതിപ്പോ എല്ലാവരുടെയും ജീവന് വളരെ ആവശ്യമാണെന്ന് പറഞ്ഞ് ഉന്തി തള്ളി വിടുന്നു. അങ്ങനെ അയാളെത്തി. ആദ്യം പേടിച്ചിതിലൊന്നും വരാതെ നിന്ന അയാൾ ആ ഒരു ബോഗി ഡിസ്കണക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ കൂടെ നിന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അത് അവർ സക്സസ്ഫുള്ളി ഡിസ്കണക്ട് ചെയ്തെങ്കിലും അവർ പ്രതീക്ഷ കണക്ക് ഒരു ബോഗിയിൽ എന്ന രീതിയിൽ മാത്രമായിരുന്നില്ല സ്ഫോടക വസ്തു വെച്ചിരുന്നത്. അത് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവർ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും സ്ഫോടക വസ്തുക്കൾ ഉണ്ട്. അത് ഒന്നിലധികം ഉണ്ട് എന്നത് വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ചെയ്യാൻ നോക്കിയ ആ ഒരു ഐഡിയ വർക്കൗട്ട് ആവില്ല. ഒടുക്കം ഇവർ ഇതേ ട്രാക്കിൽ ഈ ഒരു ട്രെയിനിന്റെ പിറകിലായി മറ്റൊരു ട്രെയിൻ എത്തിച്ച് ആ ട്രെയിനിലേക്ക് ഒരു ചെറിയ ലാഡർ വഴി പാസഞ്ചേഴ്സിനെ പെട്ടെന്ന് മാറ്റാം എന്ന രീതിക്ക് ഒരു തീരുമാനത്തിലെത്തി അതിനെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവരത് വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഫോടക വസ്തു ഉണ്ടെന്ന് ഉറപ്പുള്ള ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് തിക്കും തിരക്കും കൂട്ടുകയാണ്. കൊച്ചുകുട്ടികളെന്നോ പ്രായമായവരെന്നോ ഒരു കൺസിഡറേഷനും ഇല്ലാതെ എല്ലാവരും അങ്ങ് തിക്ക് തിരക്ക് കൂട്ടുന്നു. ഈ സമയം മുന്നേ മരിച്ചത് നമ്മൾ കരുതിയ പൈലറ്റിലെ ആക്ച്വലി പുള്ളിക്കാരൻ ഏതാണ്ട് മരിക്കാറായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കസൂയ ഈ പാസഞ്ചേഴ്സിന്റെ കൂട്ടത്തിലെ ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ട ഫസ്റ്റ് എയ്ഡ്
കൊടുത്തത് കൊണ്ട് മാത്രമാണ് ആള് തല്ലുകൊണ്ട് ചാവാതെ രക്ഷപ്പെട്ടത്. ഇപ്പോ ഭയങ്കര വയലന്റ് ആയി അയാൾ ഇവിടെ പെരുമാറാണ്. കാരണം തന്റെ ഭാഗത്തുനിന്ന് വന്ന മനഃപൂർവ്വം അല്ലാത്ത ഒരു തെറ്റിന്റെ പേരിൽ തന്നെ ജീവിതകാലം മുഴുവൻ ഇവരിങ്ങനെ വേട്ടയാടുന്നതിനും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് എങ്ങനെയെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ഈ ഒരു സമയത്ത് എല്ലാവരും സ്വാർത്ഥതയോടുകൂടി പെരുമാറുന്ന ഒരു കാര്യമൊക്കെ കണ്ട് പുള്ളിക്കാരൻ ഭയങ്കര വയലന്റ് ആയി അവിടെ ബഹളം വെക്കുന്നു. ഈ സമയം ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ടീച്ചറായിട്ട് ഈ ഒരു ട്രെയിനിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പോവാതെ എന്റെ ഒരു സ്റ്റുഡന്റ് മിസ്സിംഗ് ആണ്, ഇവിടെ എവിടെയുണ്ട്, എനിക്ക് ആ കുട്ടിയില്ലാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായി പാനിക് ആവുന്നുണ്ടായിരുന്നു. എന്നാലും ഈ സമയത്ത് ആ ഒരു പൈലറ്റിനെ ശാന്തനാക്കാനായി നിങ്ങളുടെ പാസ്റ്റില് നിങ്ങളെ അറിയാതെ ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വം അല്ലാതെ വന്ന ആ ഒരു തെറ്റിന്റെ പേരിൽ നിങ്ങളെ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ മുന്നിൽ നിങ്ങൾ ആരാണ് എന്താണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണിത്. ഇത് വിട്ടുകളയരുതെന്ന് പറഞ്ഞയാളെ ശാന്തനാക്കാനായി നോക്കുന്നു. അങ്ങനെ പാസഞ്ചേഴ്സിനെ ഈ ഒരു ട്രെയിനിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എല്ലാവരെയും റെസ്ക്യൂ ചെയ്യാനായി സാധിച്ചില്ല. അതിനു മുന്നേ ആ ഒരു ലാഡർ പ്രശ്നം പറ്റുന്നു. അപ്പോഴേക്കും ആ ഒരു ടീച്ചർ സ്റ്റുഡന്റിനെ കണ്ടെത്തുന്നുണ്ട്. അത് പേടിച്ച് വരച്ച് ഒരു മൂലയ്ക്ക് ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആകെ ഒരു 300-ൽ പരം പാസഞ്ചേഴ്സിനെ ആ ട്രെയിനിൽ നിന്ന് മാറ്റാനായി സാധിച്ചിരിക്കുന്നു. ഇനി ഒരു 9-10 പേര് മാത്രമേ ആ ഒരു ട്രെയിനിൽ അവശേഷിക്കുന്നുള്ളൂ. എന്തായാലും ഈ ഒരു കാര്യം ഒഫീഷ്യൽസ് അറിയുമ്പോൾ അത്രയും പേരെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ എന്നൊരു സന്തോഷം അവർക്ക് ഉണ്ടെങ്കിലും ബാക്കി ആളുകൾ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നറിയില്ല. കാരണം ഇനി ഒന്നുകൂടെ ഈ ഒരു പ്രോസസ്സ് അവർക്ക് ചെയ്യാനായി സാധിക്കില്ല. കാരണം ഓൾറെഡി ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന്റെ ഇടയിൽ കുറച്ച് ഡാമേജ് ട്രെയിനിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ആ ഒരു പ്രോസസ്സ് ട്രെയിനിന് താങ്ങാനായി സാധിക്കില്ല. കൂടാതെ സ്പീഡും പതിയെ കുറയാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഒന്നുകൂടെ റിസ്ക് എടുത്താൽ സ്പീഡ് പൂർണ്ണമായി 100 km/h എന്നതിന് താഴേക്ക് എത്തിയാൽ പിന്നെ അവർ പരിശ്രമിക്കുന്നതൊക്കെ വെറുതെ ആവും. അത് വലിയൊരു സ്ഫോടനത്തിലേക്ക് എത്തും. അതുകൊണ്ട് മറ്റെന്തെങ്കിലും വഴിയാണ് ഇനി അവർ നോക്കേണ്ടത്. 340ഓളം പേരുടെ ജീവൻ രക്ഷപ്പെടുത്തി. ഇനി ഏതാണ്ട് ഒരു 9-10 പേരെയും കണ്ട ഒരു ട്രെയിനിലുള്ളൂ എന്നത് സത്യത്തിൽ ആശ്വസിക്കാനായി ഒരു രീതിക്ക് നോക്കുമ്പോൾ ഒരു കാര്യമാണെങ്കിലും പൂർണ്ണമായി ആശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു ട്രെയിൻ റെസിഡൻഷ്യൽ ഏരിയയുടെ അടുത്തൂടെ പാസ് ചെയ്യുന്ന ഒന്നാണ്. അവിടെ വെച്ച് ഒരു സ്ഫോടനം നടന്നാൽ ആ ഒരു ട്രെയിനിനകത്തുള്ളവരെ മാത്രം അത് ബാധിക്കുന്ന രീതിയിൽ ഒതുങ്ങില്ല. കാരണം അതൊരു കാറ്റസ്ട്രോഫിക് ഡിസാസ്റ്ററായി കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം അത്രയേറെ നാശനഷ്ടങ്ങൾ സമീപ പ്രദേശത്തേക്കും വ്യാപിക്കും. അതുകൊണ്ട് തന്നെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് മാറി ഒരിടത്തേക്ക് ഈ ട്രെയിൻ മാറ്റുക എന്നതാണ് ഇവരിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ ജനവാസ മേഖലയിൽ വെച്ച ഈ ഒരു ട്രെയിൻ സ്ഫോടനത്തിന് ഇരയായി വലിയൊരു നഷ്ടത്തിലേക്ക് അത് വഴിവെക്കുന്നതിൽ നല്ലത് ഫോഴ്സ്ഫുൾ ഈ ഒരു ട്രെയിൻ റെസിഡൻഷ്യൽ ഏരിയ ഒന്നും അല്ലാത്ത ഒരു പ്ലേസിൽ എത്തുന്ന ടീം സ്റ്റോപ്പ് ചെയ്ത് ഈ 9 പേരുടെ ജീവൻ ബലി നൽകിക്കൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കുക എന്നതാണ് എന്ന രീതിക്ക് ഒരു ഒഫീഷ്യൽ അവിടെ സംസാരിക്കുന്നുണ്ട്. ഈ ട്രെയിനിലുള്ളവർക്കും ഏതാണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നുണ്ട്. അവരെ ഇനി ഒരു നോക്ക് കാണാനോ സംസാരിക്കാനോ കഴിയില്ലല്ലോ എന്ന് ഭയങ്കരമായ സങ്കടമൊക്കെ അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇതേ ടീം വളരെ ഗ്രീഡി ആയ ഒരു ഒഫീഷ്യലാണ്. മുന്നേ ഞാൻ പറഞ്ഞ കണക്ക് ഇവരെ ബലി നൽകിക്കൊണ്ട് വലിയ അപകടം ഒഴിവാക്കാം എന്ന രീതിക്ക് ഒരു തീരുമാനത്തിലേക്ക് മറ്റുള്ളവരെയും കൂടി എത്തിക്കാൻ നോക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവരൊന്നും ആ ട്രെയിനിലെ ക്രൂ ഉൾപ്പെടുന്ന ആ 9 പേരുടെ ജീവൻ അങ്ങനെ നഷ്ടപ്പെടുത്താനായി തയ്യാറല്ല. കാരണം ഇവരൊക്കെ കൂടി ചേർന്നാണ് ആ ട്രെയിനിൽ നിന്ന് 340ഓളം പേരെ രക്ഷപ്പെടുത്തി അത്രയും വലിയൊരു അപകടം ഒഴിവാക്കിയത്. അല്ലെങ്കിൽ അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാനായി ഇത്രയും നേരം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് അർത്ഥമുണ്ട്? ഈ സമയം നമ്മുടെ കസൂയയ്ക്ക് ഭയങ്കരമായ ഒരു ഐഡിയ വരുന്നുണ്ട്. കസൂയ വേഗം തന്നെ ഒഫീഷ്യൽസിനെ ആ കാര്യം അറിയിക്കുന്നു. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ഓർഡർ ലഭിക്കേണ്ടതായുണ്ട്. ഈ സമയം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒണ്ടേറ എന്ന ഒരു പെൺകുട്ടി മാറുന്നെന്ന് അവളുടെ അച്ഛനെ വിളിക്കുകയാണ്. അവളുടെ അച്ഛൻ ജപ്പാനിൽ ഇതിനു മുന്നേ ഇതേ കണക്കൊരു ബോംബിന്റെ ഇൻസിഡന്റ് ട്രെയിനിൽ നടന്നിരുന്നല്ലോ. ആ സമയത്ത് രക്ഷകനായ ഒരു ഇമേജ് എടുത്ത ആ നാട്ടിലെ പ്രശസ്തനായ ഒരാളായിരുന്നു. ആക്ച്വലി അവളുടെ അച്ഛൻ പുറം ലോകം അറിയുന്ന കണക്ക് ഒരാളായിരുന്നില്ല. അയാൾ വളരെ ക്രൂരനായ ദുഷ്ടനായ ഒരു അച്ഛനായിരുന്നു. അവളെ ഒരുപാട് അയാൾ ദ്രോഹിച്ചിട്ടുണ്ട്. കൂടാതെ അയാൾ ആ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് അയാളുടെ പ്രതിച്ഛായ മികച്ചതാക്കുന്ന രീതിയിൽ പറഞ്ഞതൊക്കെ തന്നെ പച്ചക്കള്ളമായിരുന്നു. അയാളായിരുന്നില്ല ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് ആ നാടിനെ രക്ഷപ്പെടുത്തിയത്. മറിച്ച് അയാൾ അത് പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന സത്യങ്ങളൊക്കെ അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ അത്തരമൊരു സാഹചര്യം ഇപ്പൊ പുനഃസൃഷ്ടിച്ച് അവളുടെ അച്ഛന്റെ പൊയ്മുഖം പുറത്തു കൊണ്ടുവരിക എന്നതും കൂടി ഉദ്ദേശിച്ച് ചെയ്ത ഒരു കാര്യമായിരുന്നു അവളും കൂടി ഉൾപ്പെടുന്ന ഈ ഒരു ട്രെയിനിൽ ബോംബ് സ്ഥാപിക്കുക എന്നത്. പക്ഷെ അത് ആർക്കും അറിയില്ല. അവളുടെ ഫോണിലൂടെ അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തീരുന്ന അടുത്ത നിമിഷം തന്നെ ഈ ബോംബ് അവൾ സ്ഥാപിച്ച കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. മുന്നേ പൊട്ടിത്തെറിച്ച ഗുഡ്സ് ട്രെയിനിൽ മാത്രമായിരുന്നില്ല അവളുടെ അച്ഛനിരിക്കുന്ന അവരുടെ വീട്ടിലും അവൾ അത്തരം ഒരു ബോംബ് സ്ഥാപിച്ചിരുന്നു. അതിപ്പോ പൊട്ടിത്തെറിക്കുകയും അവളുടെ അച്ഛൻ മരണപ്പെടുകയും ചെയ്യുന്നു. അതുതന്നെയായിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നത്. ഇതേ ടീം കസൂയ പറഞ്ഞ ആ ഒരു ഐഡിയ ടോക്കിയോയിലേക്ക് എത്തുന്നതിന് മുന്നേ മറ്റൊരു ട്രാക്ക് പെട്ടെന്ന് തന്നെ ഫോം ചെയ്ത് അധികം യൂസ് ഇല്ലാത്ത ഒരു സ്റ്റേഷൻ ഉണ്ട്. അവിടെ അങ്ങനെ പാസഞ്ചേഴ്സ് ഒന്നും ഇല്ല. ആ ഒരു സ്റ്റേഷനിലേക്ക് ഈ ഒരു ട്രെയിൻ ഡൈവേർട്ട് ചെയ്യുന്നതിനെ പറ്റിയൊരു കാര്യമായിരുന്നു. പക്ഷെ അത് ഒഫീഷ്യൽസിൽ നിന്നൊക്കെ അതിന് വേണ്ട പെർമിഷനും കാര്യങ്ങളും കിട്ടണം. ഇവരിങ്ങനെ ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും സത്യത്തിൽ ഇവർ അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്ന് കരുതുന്ന ആ ഒരു പാസഞ്ചർ തന്നെയാണ് ഈ ട്രെയിനിൽ ബോംബ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അവർ അറിയുന്നില്ലല്ലോ. ഈ ഒരു ട്രെയിനിലെ തന്നെ ജീവനക്കാരി
കഥാകാരിയായിരുന്നു ഒണഡേറ എന്ന ആ പെൺകുട്ടി. അവളുടെ അച്ഛന്റെ പൊയ്മുഖം പുറത്തു കൊണ്ടുവരാനും വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു സത്യം പുറത്തെത്തിക്കാനും ഒക്കെയായി ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിരിക്കുകയാണ്. എന്തായാലും അവളിപ്പോ അച്ഛന്റെ കഥ കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മറ്റു പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് എത്തി അവിടെ നിന്ന് ഫോൺ ചെയ്യുകയാണ് ഒഫീഷ്യൽസിന്. ഈ ഒരു ട്രെയിനിൽ ബോംബ് സ്ഥാപിച്ചത് അവളാണെന്നും അത് നിർവീര്യമാക്കാനുള്ള വഴി അവൾ പറഞ്ഞു തരാമെന്നും അവൾ അറിയിക്കുന്നു. ഈ ഒരു ബോംബെല്ലാം നിർവീര്യമാക്കാനുള്ള വഴി അവളുടെ മരണമാണെന്ന് അവൾ അറിയിക്കുന്നുണ്ട്. കാരണം അവളുടെ ഹൃദയത്തിന്റെ ആ ഒരു തുടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ബോംബിന്റെ പ്രവർത്തനം അവൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അവൾ മരണപ്പെട്ടാൽ അവളുടെ ഹൃദയത്തിന്റെ തുടിപ്പ് നിന്നാൽ ഈ ഒരു ബോംബ് നിൽക്കുന്നതായിരിക്കുമെന്ന് അവൾ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും പാനിക് ആവുന്നുണ്ട്. ഈ സമയം ആ കൂട്ടത്തിൽ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചർക്ക് ഒണഡോറയെ നന്നായി അറിയാം. കാരണം അവളുടെ അധ്യാപികയായിരുന്നു ആ ടീച്ചർ. എത്രത്തോളം അവളുടെ അച്ഛൻ ദ്രോഹിച്ചിരുന്നു, അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്താണ് എന്നതിനെ പറ്റി ആ ടീച്ചർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവളുടെ അവസ്ഥയോർത്ത് അവർ ആകെ സങ്കടത്തിലാവുന്നുണ്ട്. ഇത് ടീം ഒഫീഷ്യൽസ് ആകട്ടെ ഒരു പുതിയ ട്രാക്ക് കസുവയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം സ്ഥാപിച്ച് അപകടം എങ്ങനെയും തടയാനായി ശ്രമിക്കുന്നു. ഇതേ ടീം ആ ഒരു ട്രെയിനകത്തുണ്ടായിരുന്ന പൈലറ്റ്, നിങ്ങൾ ആരും ഇവളെ കൊല്ലില്ലെങ്കിൽ ഞാൻ ഇവളെ കൊല്ലാൻ തയ്യാറാണ്, ഇത്രയും പേരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇതിനെല്ലാം കാരണക്കാരിയായ ഇവളെ കൊല്ലാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര വയലന്റ് ആയി പെരുമാറുന്നു. ഇതേ ടീം ഒരു ഭാഗത്ത് ആ ഒരു പാളം റെഡിയാക്കാനായി നോക്കുമ്പോഴേക്കും മറുഭാഗത്ത് ഒണഡോറ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. തുടർന്ന് 1975 നടന്ന ആ ഒരു ട്രെയിൻ ഇൻസിഡന്റിന്റെ കാര്യങ്ങൾ ഒന്നുകൂടെ പുനഃപരിശോധിക്കുമ്പോൾ ഇത്രയും നാൾ ഇവർ വിശ്വസിച്ചിരുന്ന കണക്ക് ഒണഡോറയുടെ അച്ഛനായിരുന്നില്ല ആ ഒരു ഇൻസിഡന്റിൽ എല്ലാവരുടെയും രക്ഷകനായി നിന്നത്. അയാളെന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പച്ചക്കള്ളമാണ് എന്ന് ഇവർക്ക് വ്യക്തമാവുന്നു. തുടർന്ന് ഇവർ ഒണഡോറയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ അതിൽ അവൾ ഫേക്കായി ആളുകളെ സത്യം വളച്ചൊടിച്ച് പറ്റിക്കുന്ന ആ ഒരു കാര്യത്തോട് അവൾക്ക് എത്രത്തോളം വെറുപ്പുണ്ടായിരുന്നു എന്ന തരത്തിൽ വ്യക്തമാക്കുന്ന ഫോട്ടോസും കോഡ്സും ഒക്കെ അവർക്ക് കാണാം. കൂടാതെ അവളുടെ എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റും ലൈക്ക് ചെയ്തിരിക്കുന്ന ഒരാളെയും അവർ പ്രത്യേകം നോട്ട് ചെയ്യുന്നു. അയാളാകട്ടെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനായ ഒരാളായിരുന്നു. തുടർന്ന് അയാളുടെ അടുത്തേക്ക് വേഗം പോലീസ് എത്തുമ്പോഴേക്കും മറ്റൊരു കാര്യം റിവീൽ ആവുന്നു. 1975 ആ ഒരു ഇൻസിഡന്റിൽ മാനഹാനി സംഭവിച്ച് ചെയ്യാത്ത തെറ്റ് ഒണഡോറയുടെ അച്ഛൻ കാരണം ഏറ്റെടുത്ത് ജീവൻ നഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ആത്മഹത്യയിലേക്ക് ചെന്ന ഒരാൾ. ആളുടെ മകനാണ് ഇപ്പോ ഒണഡോറയെ ഈ സ്ഫോടക വസ്തു ഉണ്ടാക്കാനും ഈ കാര്യങ്ങൾക്കൊക്കെ സഹായിച്ച ഇവർ അന്വേഷിച്ചെത്തിയ ആ ഒരാൾ. ഇത് ടീം ട്രെയിനിൽ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് സാരമായി പരിക്കേറ്റിരുന്നു. അയാൾക്ക് രക്തം നന്നായി പോകുന്നുണ്ട്. കസുയ ഒണഡോറയോട് നീ ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി ഒരു സഹായം ചെയ്യുന്ന റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ കൊന്നാലേ ഈ ട്രെയിൻ നിൽക്കും, അപകടം പറ്റാതെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്നെ കൊല്ലെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ കസുയ അതിന് തയ്യാറല്ല. കാരണം അവളെ തന്റെ ഒരു സഹപ്രവർത്തകയായി തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ബോംബിന് പിന്നിൽ അവളാണെന്ന് അറിഞ്ഞിട്ടും കൺസിഡർ ചെയ്യുന്നത്. ഇതേ ടീം മറ്റൊരു പാളം തയ്യാറാക്കി ട്രെയിൻ വഴുതിരിക്കുക എന്ന അവരുടെ ശ്രമം പരാജയപ്പെടുന്നുണ്ട്. അത് അറിഞ്ഞിട്ട് പോലും ഒണഡോറയെ കൊല്ലാനായി കസുയ തയ്യാറല്ല. അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കസുയ അവളെ കെട്ടിപ്പിടിച്ച് ആ ഒരു സങ്കടം പങ്കിടുന്നുണ്ട്. ആക്ച്വലി കാശിന് വേണ്ടി ആയിരുന്നില്ല ഒണഡോറോ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അവൾ ലക്ഷ്യമിട്ടത് അവളുടെ അച്ഛന്റെ കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു. ഒരു അച്ഛൻ ഒരു മകളോട് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും അവളോട് ചെയ്തിരുന്ന ആ മനുഷ്യന്റെ പൊയ്മുഖം പുറത്തു കൊണ്ടുവരിക, തക്കതായ ശിക്ഷ നൽകുക എന്നതായിരുന്നു. അങ്ങനെ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നു. അതിനോടകം തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് കാശ് പിരിച്ച് 100 ബില്യൺ യുവാൻ കളക്ട് ചെയ്യാനും സാധിച്ചിരുന്നു. പക്ഷേ കാശ് ഒണഡോറയ്ക്ക് ആവശ്യമില്ല. അവൾക്ക് അച്ഛന്റെ ജീവനെടുത്ത് അവളും മരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്തായാലും അവൾക്കോ ആ ട്രെയിനിലുള്ളവർക്കോ അപകടമില്ലാത്ത രീതിയിൽ ഒടുക്കം കാര്യങ്ങൾ വന്നെത്തുന്നു. ട്രെയിനിൽ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ട്രെയിനിനകത്തുള്ള ആ 9 പേർക്കും ബോംബ് സ്ഥാപിച്ച ഒണഡോറ ഉൾപ്പെടെയുള്ള ആ 9 പേർക്കും ഒരു പരിക്കും പറ്റാത്ത രീതിയിൽ യെസുക്കയുടെ ഇടപെടൽ കൊണ്ട് റെസ്ക്യൂ ടീമും തയ്യാറായി നിന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് വലിയൊരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ പോയി പൊതുജനങ്ങൾക്കും അപകടം ഒന്നും പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ അവർക്ക് സോൾവ് ചെയ്യാനായി സാധിക്കുന്നു. അങ്ങനെ എല്ലാവരെയും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ടീം ഒണഡോറയോട് നീ ചെയ്തതിൽ എന്തെങ്കിലും കുറ്റബോധം നിനക്ക് കൊണ്ടുവന്ന് യെസുക്ക ചോദിക്കുമ്പോൾ ഒരിക്കലും അവളുടെ അച്ഛന്റെ ജീവൻ എടുത്തതിൽ അവൾക്ക് ഒരു കുറ്റബോധമില്ല. പക്ഷേ തന്റെ അച്ഛനെ കണക്കാണ് എല്ലാവരും എന്ന് തെറ്റിദ്ധരിച്ചതിൽ കുറ്റബോധമുണ്ട് എന്നതായിരുന്നു അവളുടെ മറുപടി. കാരണം എല്ലാവരും അവളുടെ അച്ഛനെ പോലെ മനുഷ്യപ്പെട്ടില്ലാത്തവരല്ല. കാരണം 340 പേരെ രക്ഷപ്പെടുത്തി ഇവരെ അങ്ങ് മരണത്തിന് വിട്ടുകൊടുക്കാം എന്ന രീതിക്കായിരുന്നില്ലല്ലോ ഇവരുടെ ഒഫീഷ്യൽസ് ഒക്കെ തന്നെ ചിന്തിച്ചിരുന്നത്. ഇവരെയും കൂടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന ഒരു ചിന്ത അവർക്കൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ആ 9 പേരിലുണ്ടായിരുന്ന യെസുക്ക ആകട്ടെ അവന്റെ കൂടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തണം എന്ന ഒരു രീതിക്കും കഠിന പ്രയത്നം ചെയ്യുന്നത് എന്ന ഒരു രീതിക്കും ഭയങ്കരമായി പ്രയത്നിച്ചിരുന്നു. അങ്ങനെ എന്തായാലും എല്ലാവരും അവരുടെ കൂടെ ഈ ഒരു ട്രെയിനിലുണ്ടായിരുന്ന യെസുക്കയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ സേഫ് ആയിരിക്കുന്നു. അതിന്റെ പേരിൽ യെസുക്കയുടെ മുന്നിൽ അവരൊക്കെ തന്നെ അവരുടെ ആദരവ് അറിയിക്കുന്നുണ്ട്. കൂടാതെ ഒണഡോറയാകട്ടെ അവൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ ഏറ്റെടുക്കാനായും ഒരുങ്ങുകയാണ്. ഒരു സത്യം പുറത്തു കൊണ്ടുവരാനായിട്ടാണ്, ഒരു ജനത മുഴുവൻ വിശ്വസിച്ചിരുന്ന ആ ഒരാൾ കള്ളനാണ് എന്ന ഒരു സത്യം പുറത്തു കൊണ്ടുവരാനായിട്ടാണ് അവൾ ചെയ്തതെങ്കിലും അവൾ ചെയ്തത് ഒരു തെറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ അവൾ ഏറ്റുവാങ്ങുന്നു. അങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് പോകാനിരുന്ന ആ ഒരു ട്രെയിൻ സ്ഫോടനം ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്താനായി അവർക്ക് സാധിച്ചിരിക്കുന്നു. ഇങ്ങനെ അതോടുകൂടി ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോഷൻ എന്ന ഈ ഒരു കഥയും ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.